തമ്മനത്ത് ഇന്ന് പുലർച്ചെ തകർന്നത് 1 കോടി ലിറ്ററിൽ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്ന 2 ക്യാബിനുള്ള ഒരു ജലസംഭരണിയാണ്. ഇതിലൊരു ക്യാബിൻ്റെ ഒരു ഭാഗത്തെ ഭിത്തിയാണ് അടർന്നുപോയത്. ഈ പാളി തകർന്നു മാറുമ്പോൾ തമ്മനത്തെ ഈ ജലസംഭരണിയിൽ 1,15,00,000 ലിറ്റർ വെള്ളമുണ്ടായിരുന്നു എന്നാണ് വിവരം. 80% വെള്ളം അപകടം നടക്കുന്ന സമയത്ത് ഈ ടാങ്കിലുണ്ടായിരുന്നു. ഏകദേശം 40 വർഷം പഴക്കമുള്ള ഒരു ടാങ്കാണ് തകർന്നത്. സംഭവം പുലർച്ചെ 2 മണിയോടെ ആയതിനാൽ വീടുകളിൽ വെള്ളം കയറിയതിന് ശേഷമാണ് എല്ലാവരും ഇത് അറിയുന്നത്. അപ്പോഴേക്കും ചെളിയും മറ്റും വീടുകളുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. മിക്ക വീടുകളിലും ചെളി കോരിക്കഴിയുന്ന ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒഴുക്കിവിടാനായി പല വീടുകളിലും മോട്ടോർ ഉപയോഗിക്കേണ്ടി വന്നു. നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷകളിലും കാറുകളിലും ചെളിയും വെള്ളവും കയറി സ്റ്റാർട്ട് ചെയ്യാനാകാത്ത നിലയിലാണുള്ളത്. ബൈക്കുകളും മറ്റും വെള്ളത്തിൻ്റെ ശക്തിയിൽ മറിഞ്ഞു വീണ് ചെളിയിൽ പുതഞ്ഞ നിലയിലാണുള്ളത്. തൃപ്പൂണിത്തുറ, പേട്ട മേഖലകളിലും നഗരത്തിൻ്റെ ചില ഭാഗങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്നാണ് ലഭിക്കുന്ന വിവരം. ജലവിതരണം പഴയ സ്ഥിതിയിലാകാൻ ദിവസങ്ങൾ തന്നെ വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഈ പ്രദേശത്തെ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മുഴുവൻ സാധനങ്ങളും വെള്ളം കയറി നശിച്ച അവസ്ഥയിലാണുള്ളത്. ആരോഗ്യ കേന്ദ്രത്തിലെ PP കിറ്റുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളും മറ്റും ഒഴുകിപ്പോയിട്ടുമുണ്ട്. 2 മണിക്ക് ശബ്ദം കേട്ടാണ് ഉണർന്നത്. നോക്കുമ്പോൾ വെള്ളം ഒഴുകുന്നതാണ് കണ്ടത്. അപ്പോൾ തന്നെ വേഷം മാറി വിവരമറിയിക്കാൻ വാട്ടർ അതോറിറ്റിയിലേക്ക് ചെന്നു. ആ സമയത്ത് അവിടെ മുറ്റത്ത് മാത്രമേ വെള്ളം എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. വെള്ളം എവിടെ നിന്നെത്തി എന്നുള്ള പരിശോധനയിലായിരുന്നു ജീവനക്കാർ. അപ്പോൾ തന്നെ അവർ അവിടെയുള്ള വലിയൊരു വാൽവ് അടച്ചു. അതോടെ ജലമൊഴുക്കിന് കുറവും വന്നു. ഇതാണ് നാട്ടുകാരനായ ടോണി പറഞ്ഞത്. രാത്രി 2 മണിക്ക് നടന്ന അപകടമായതിനാൽ പലർക്കും ഇതൊരു ഷോക്കായി മാറി. വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടു. പിന്നെ കട്ടിൽ മുങ്ങുന്നത്രയും വെള്ളം വീടിനുള്ളിലേക്ക് കയറി. അലമാരയുടെ 2ാമത്തെ തട്ട് വരെ വെള്ളം കയറി. തുണികളെല്ലാം ചെളിവെള്ളത്തിൽ നനഞ്ഞുപോയി. എങ്ങനെയൊക്കെയോ വാതിൽ തള്ളി തുറന്ന് വീടിന് മുകളിൽ കയറിയിരുന്നു എന്നാണ് ഒരു വീട്ടുകാർ പറയുന്നത്. രാവിലെ 5 മണി മുതൽ വീട് വൃത്തിയാക്കാൻ തുടങ്ങിയതാണെന്നും അവർ പറയുന്നു. പെട്ടെന്ന് അണക്കെട്ട് പൊട്ടിയോ എന്നുൾപ്പെടെ സംശയിച്ച് പരിഭ്രാന്തരായെന്നും പ്രദേശവാസികൾ പറയുന്നു. മുല്ലപ്പെരിയാർ ഡാം അപകട അവസ്ഥയിൽ ആണെന്നുള്ള നിരന്തര റിപ്പോർട്ടുകൾ കാരണം നാട്ടുകാരിൽ അങ്ങനെയൊരു ഭീതിയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് ഇല്ലാത്തതുകൊണ്ട് അണക്കെട്ടിനെക്കുറിച്ചുള്ള ആശങ്കകൾ പെട്ടെന്ന് മാറുകയും ചെയ്തു. പലരും ഈ വെള്ളം കണ്ട് എഴുന്നേറ്റപ്പോഴേക്കും മുറുകിയകത്ത് മുട്ടോളം പൊക്കത്തിൽ വെള്ളം എത്തിക്കഴിഞ്ഞിരുന്നു. മോട്ടോർ വെച്ചാണ് പലരും വെള്ളം വറ്റിച്ചത്. കാലപ്പഴക്കമാണോ അല്ലെങ്കിൽ നിർമ്മാണത്തിലുണ്ടായ അപാകതയാണോ ഈ അപകടത്തിന് കാരണമെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ഉമാ തോമസ് MLA സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തമ്മനം കൂത്താപ്പാടി പമ്പ് ഹൗസിലെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് പൊട്ടിയ സ്ഥലം സന്ദർശിച്ചെന്നും വലിയ തോതിലുള്ള നാശനഷ്ടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്നും ഉമാ തോമസ് പ്രതികരിച്ചു. ജലവിഭവ മന്ത്രിയോടും ജില്ലാ കളക്ടറോടും അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും MLA പറയുന്നു. അതേസമയം ടാങ്കിൻ്റെ ഓവർഫ്ലോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നും കാലപ്പഴക്കം കണക്കിലെടുക്കാത്തതാണ് ഈ വലിയ അപകടത്തിലേക്ക് നയിച്ചതെന്നും പകരം സംവിധാനമൊരുക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA പറയുന്നുണ്ട്. കൊച്ചി നഗരത്തിലെ 30% പ്രദേശങ്ങളിൽ ജലവിതരണം മുടങ്ങും. ടാങ്ക് നേരെയാക്കി ജലവിതരണം പുനഃസ്ഥാപിക്കാൻ സമയം എടുത്തേക്കും എന്നാണ് സൂചന. അതേസമയം ടാങ്കിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട മറുപടി പറയേണ്ടത് വാട്ടർ ടാങ്ക് അതോറിറ്റിയാണെന്ന് കൊച്ചി മേയർ M. അനിൽകുമാർ പറയുന്നു. മറ്റൊരു വാൽവ് ഘടിപ്പിച്ച് വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പലപ്പോഴായി ടാങ്കിൽ നിന്നും വെള്ളം ഇങ്ങനെ ഒഴുകി പോകാറുണ്ടെന്ന കാര്യം കൂടെ മേയർ പറയുന്നു.